ഇവിടെ വന്ന് ഒരു നാ കടിച്ച് ചത്തതിൻ്റെ അവർ പറയുന്ന ക്യാമറ വെക്കാമെന്ന്. ഓക്കെ, നമ്മൾ അതിനെല്ലാം സപ്പോർട്ടാണ്. നേരെ മറിച്ച് ഒരു പുലി അവിടെ ചത്ത് കിടന്നിരുന്നെങ്കിൽ അവരെങ്ങനായിരുന്നു ഇതിൻ്റെ സ്ഥിതി എന്തെടുത്തേന്? ഈ വീട്ടുകാരെയും എല്ലാവരും അറസ്റ്റ് ചെയ്ത്, ഈ നാട്ടുകാരെ അറസ്റ്റ് ചെയ്ത്, ഇതുവരെ കണ്ടുവരുന്ന എല്ലാ ജീവിതമാണ്. ജനങ്ങളാണല്ലോ വലുത്. ഒരു ജന്മം ഒരു ജീവിതമാണ് നമുക്കുള്ളത്. ഇപ്പോൾ ഈ മനുഷ്യനേക്കാൾ വലിയ പ്രാതിനിധ്യമാണ് ഇവിടുത്തെ മൃഗങ്ങൾക്ക് ഈ ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിരിക്കുന്നത്. പത്തനംതിട്ട തണ്ണിത്തോട് ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡ് മേക്കണ്ണം എന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇന്ന് പുലർച്ചെ ഇവിടെ ഒരു വന്യമൃഗത്തിൻ്റെ ആക്രമണത്തിൽ വളർത്തു നായ ചത്തു. അതിനെ തുടർന്ന് ഇപ്പോൾ ജനങ്ങളെല്ലാം ഭീതിയിലാണ്. പുലിയാണ് ഈ വളർത്തുനായെ ആക്രമിച്ചത് എന്നാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ പറയുന്നത്. ഇപ്പോൾ നാം പോകുന്നത് ആ വീട്ടിലേക്കാണ്. മേക്കണ്ണം സ്വദേശി ഷാജിയുടെ വീടിന് മുന്നിലാണ് നാം ഉള്ളത്. ഈ വീട്ടിൽ ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടായിരുന്നത് ഷാജിയും ഷാജിയുടെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ മാതാവും മകനുമായിരുന്നു. വീടിനോട് ചേർന്ന് തന്നെയാണ് ഈ വളർത്തുനായി ഇട്ടിരുന്ന കൂടുള്ളത്. നമുക്ക് കൂട് കാണാൻ സാധിക്കും. ഈ കൂടിൻ്റെ പട്ടിക ഇത് ഒരു പട്ടിക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് തുറന്നിരിക്കുന്ന അവസ്ഥയായിരുന്നു. ഇതിനകത്തായിരുന്നു വളർത്തുനായെ ഇട്ടിരുന്നത്. ഈ ഭാഗത്തേക്കാണ് ഈ വന്യമൃഗം എത്തിയത്. അതിനെ തുടർന്ന് ഈ ഭാഗത്ത് പട്ടിയെ ചത്ത നിലയിൽ കാണുകയായിരുന്നു. പട്ടിയുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം കടിച്ചു മുറിച്ച് കൊണ്ടുപോയ അവസ്ഥയിലായിരുന്നു. ഇപ്പോൾ ഷാജി തന്നെ നമ്മോടൊപ്പമുണ്ട്. ഇത് ശരിക്കും എന്താ സംശയം നിങ്ങൾക്ക്? പുലിയാണെന്നൊരു സംശയമുണ്ടോ? പുലിയാണ്, യഥാർത്ഥമായിട്ട് പുലിയാണ്. പുലി ഇങ്ങനെ ഇതിന് മുൻപുണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോഴുണ്ടായത് ഈ സാഹചര്യത്തിൽ എന്തോ ഇങ്ങനെ ബ്ലാവ് ഏതാണ്ട് ഇറങ്ങി വന്ന ഭാഗത്ത് അതിൻ്റെ പുറകെ ഓടി വന്നതായിരിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് പുലർച്ചെ എന്തെങ്കിലും ശബ്ദങ്ങൾ വല്ലതും കേട്ടിരുന്നു? അന്നേരം ഉണ്ടായിട്ടില്ല. ബ്ലാവ് വലയ്ക്കുന്ന ശബ്ദം മാത്രം കേട്ടുകൊണ്ടാണ് ഞാൻ ഇറങ്ങി വരുമ്പോഴേ വന്ന് നോക്കുമ്പോൾ ഇതുപോലെ പട്ടി വെളിയിലോട്ട് കാല് എല്ലാം ഇട്ടിട്ട് കിടക്കുക, കടിച്ചു വലിച്ചിട്ട് പോകാനെ കൊണ്ട് ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് കിടക്കുന്നത്. വനപാലകർ ഇവിടെ വന്ന് പിന്നെ പരിശോധന നടത്തി. അവരെന്താ പറഞ്ഞേ? വനപാലകർ ഇവിടെ വന്നു, അവരെല്ലാം വന്ന് പരിശോധന നടത്തിയിട്ട് പോയേക്കുന്നത്. ക്യാമറ സ്ഥാപിക്കാമെന്ന് പറഞ്ഞേക്കുന്നു. അത് ക്യാമറ എന്നല്ല, ഇവിടുത്തെ ജനങ്ങളുടെ ഭീതി അകറ്റുന്നതിന് വേണ്ട തരത്തിലുള്ള ഇടപെടൽ വനപാലകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അതായത് ഈ ഭാഗത്ത് നേരത്തെ മറ്റു വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കാട്ടുപന്നി ആയാലും മ്ലാവൊക്കെ ആയാലും ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ പുലിയോ അല്ലെങ്കിൽ കടുവയോ ഒന്നും ഈ ഭാഗത്ത് കണ്ടിട്ടില്ല. യാദൃശ്യമായിട്ടാണ് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത്. ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് ഇപ്പോൾ ഉള്ളത് ഇത് നിലവിൽ ഇത് എവിടെ ഉണ്ടെന്ന് കൂട് സ്ഥാപിച്ചാൽ ഇതിനെ പിടിച്ചു മാറ്റുന്നതിന് ആവശ്യമായ നടപടിയിൽ ഉണ്ടാവണമെന്നാണ് നമ്മൾ ഇപ്പോൾ ആവശ്യം. ഈ വളർത്തുനായുടെ ആ ദേഹം നിങ്ങൾ കണ്ടല്ലോ, അത് കണ്ടപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഒരു വന്യമൃഗം വന്ന് അതിൻ്റെ നെഞ്ചിൻ്റെ ഭാഗമെല്ലാം കടിച്ചു പറിച്ചെടുത്തിരിക്കുക. എന്നിട്ട് ഈ മുതുഭാഗമായിട്ട് കുറെ കൂടെ കടിച്ച് വലിച്ചെടുത്തുകൊണ്ട് പോയിരുന്നു. തുടലിൽ പൂട്ടിയിട്ടിരുന്ന കാരണം ഇതിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. വനപാലകർ പുലിയാണെന്ന് പറയുന്നുണ്ടോ? അതാണ് പുലിയാണെന്നൊരു സ്ഥിരീകരിച്ചാണ് പോയിരിക്കുന്നത്. എന്തെങ്കിലും കാൽപ്പാടുകളോ അങ്ങനെ എവിടെയെങ്കിലും കാണാൻ സാധിച്ചോ? കാൽപ്പാടുകൾ ഇവിടെ 1-2 കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പുലിയാണെന്ന് എല്ലാവരും പറയുന്നു. പുലിയാന്ന് ഞങ്ങളും അല്ലാതെ അതിൻ്റെ പട്ടിയുടെ അകവും പുറവും എല്ലാം തൊലി ഉരിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ആ രാത്രി വന്ന് 1 മണിയായിരിക്കും, 3 മണിക്ക് ഇറങ്ങി നോക്കിയപ്പോഴാണ് ചത്ത് പട്ടി കിടക്കുന്നു. ബ്ലാവ് അപ്പുറത്ത് നിന്ന് അലയ്ക്കുന്നുണ്ട്. എന്താണ് ഇപ്പോൾ ധാരാളം വീടുകളൊക്കെ ഉള്ള സ്ഥലമല്ല, കുട്ടികളൊക്കെ ഉള്ള സ്ഥലമാണ്. ഭയമുണ്ടോ നിങ്ങൾക്ക്? ഭയമുണ്ട്. ധാരാളം കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ള വീടുകളാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങളുടെ ഈ ഏരിയ മൊത്തം വനമാണ്. അപ്പം ഞങ്ങൾക്ക് പിന്നെ ഇതിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു മോചനം ഉണ്ടാകണം. എന്ന് വെച്ചാൽ ആന, കടുവ, പുലി എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്കൊരു മോചനം ഉണ്ടാകണം. എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഞങ്ങളെ സംരക്ഷിക്കണം എന്നുള്ള ഞങ്ങൾക്ക് പറയാനുള്ളത്. വനഭാഗത്തേക്ക് ഈ ഒരു വീടിരിക്കുന്ന സ്ഥലത്ത് നിന്നും ഏകദേശം 1/2 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ഇനി വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാകുമെന്നുള്ളൊരു ഭയം ആളുകൾക്കുണ്ട്. നിങ്ങൾക്ക് പേടിയുണ്ടല്ലേ? യാത്രയിലൊക്കെ നമ്മൾ ഇറങ്ങിയൊക്കെ നടക്കുന്നത്, അപ്പോൾ നല്ല പേടിയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഫോറസ്റ്റുകാർ ഇപ്പോൾ ഇന്ന് ഇവിടെ വന്നെല്ലാം കണ്ടിട്ടൊക്കെയാണ് പോയിരിക്കുന്നത്. അതിനെ കണ്ടിട്ട് പോയാൽ പോരാ, അതിനെ പിടിക്കാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടായിരിക്കണം. അല്ലാണ്ട് നമ്മളിതിങ്ങനെ കണ്ടു കേട്ട് നാളെയും ഇപ്പോൾ ഇന്ന് രാത്രിയിൽ ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ ആരുടെയും ജീവൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആര് സമാധാനം പറയും ഇതിന് വേണ്ടി? അപ്പോൾ അതിന് വേണ്ടി കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യണം. ഫോറസ്റ്റുകാരെല്ലാം എല്ലാവരും ഒത്തൊരുമിച്ച് ഇത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇവിടെ ഈ വനത്തിൻ്റെ അറമ്പയ്ക്ക് സോളാർ വേലി വലിച്ചിട്ടുണ്ട് ഫോറസ്റ്റ്. അത് ചാർജ് ആണോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അതിൻ്റെ ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നത് ചാർജ് അല്ലെന്നാണ്. ഞാൻ ഇവിടുത്തുകാരനല്ല, ഞാൻ സൂത്തൂർ പഞ്ചായത്തുകാരനാണ്. അപ്പോൾ ചാർജ് ചെയ്തിട്ടില്ല, അതിന് ബാറ്ററി പോലും ഇല്ലെന്നൊക്കെയാണ് പറയുന്നത്. അവർ വന്നിട്ട് ഇതെല്ലാം കണ്ടിട്ട് അവർ പോയിട്ടുണ്ട്. ക്യാമറ വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ അതിനെക്കുറിച്ച് നമുക്കൊന്നും അറിയത്തില്ല. ഇവിടെ കൃഷിയൊക്കെ ധാരാളം ഉണ്ടല്ലോ. കൃഷിയും കാട്ടുപന്നിയൊക്കെ ഇറങ്ങി നശിപ്പിക്കുന്നുണ്ട്. അതിനോടൊപ്പമാണ് ഇപ്പം ഈ പുലിയാണെന്ന് പറയുന്നത്. കാട്ടുപന്നിയെക്കാട്ടി കൂടുതൽ ശല്യം മ്ലാവും മറ്റു മൃഗങ്ങളും ഒക്കെ ഉണ്ട്. കുരങ്ങിൻ്റെ ശല്യം ഭയങ്കര രൂക്ഷമായിട്ട് കൃഷിക്കാർക്ക് ജീവിക്കാനൊക്കാത്തൊരു സാഹചര്യം. പുലി ആണ് എന്ന് തന്നെയാണ് കരുതുന്നത്. അത് തന്നെ, പുലി എന്നുള്ള നിഗമനം തന്നെ. അതിൻ്റെ കാൽപ്പാടുകളും ചൂടുകളും മറ്റു ലക്ഷണങ്ങളും എല്ലാം അത് തന്നെ. വനപാലകർ വിശദമായിട്ടുള്ളൊരു പരിശോധന ഈ ഭാഗത്ത് വന്ന് നടത്തുകയുണ്ടായി.
ജനങ്ങളും അല്പം ഭയത്തിൽ തന്നെയാണ്. ഏതായാലും വനപാലകരുടെ ഒരു പട്രോളിംഗ് ഈ ഭാഗത്ത് കാര്യക്ഷമമായി നടത്തണമെന്നൊരു ആവശ്യം കൂടി ജനങ്ങൾക്കുണ്ട്. അതാണ് നിങ്ങളുടെ ഒരു ആവശ്യം? തീർച്ചയായിട്ടും. കാരണം എനിക്കത് ഒന്ന് രണ്ട് കാര്യം ഞാൻ ഈ റിപ്പോർട്ട് ചാനലിനോട് പറയാൻ ആഗ്രഹിക്കുക. നേരത്തോട്ട് ഞാനത് വിളിച്ച് ഇവിടെ ഞാൻ ഇവിടെ ഉണ്ടെന്നോട് പറയുകയും ചെയ്ത് ചാനലുകാർ വരുമ്പോൾ പറയണമെന്നുള്ളത്. നമ്മുടെ ഈ തണ്ണിത്തോട് ഗ്രാമപഞ്ചായത്ത് ഏതാണ്ട് ഈ നമ്മുടെ ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെൻറ്റിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ നികുതി പണമാണ് ചെല്ലുന്നത്. അത് സത്യമുള്ളൊരു കാര്യമാണ്. കഴിഞ്ഞ ഏതാണ്ട് 50 വർഷത്തിന് മേലായി ഈ പ്രദേശമൊക്കെ വട്ടിപ്പിടിച്ച് വന്യമൃഗങ്ങളോടുമൊക്കെ പൊരുതി പിടിച്ച് ഈ ജീവിച്ചു വന്ന ഒരു തലമുറയായിരുന്നു. പക്ഷേ എന്നാൽ ഈ പുതുതലമുറ ഭയന്ന് ഇവിടം വിട്ടൊഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ്. ഇപ്പം നേരെ മറിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് രാവിലെ ഇവിടെ വന്നു. ഞാൻ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് ഒരു കടിച്ച് ചത്തതിൻ്റെ അവർ പറയുന്ന ക്യാമറ വെക്കാമെന്ന്. ഓക്കെ, നമ്മൾ അതിനെല്ലാം സപ്പോർട്ടാണ്. നേരെ മറിച്ച് ഒരു പുലി അവിടെ ചത്ത് കിടന്നിരുന്നെങ്കിൽ അവരെങ്ങനായിരുന്നു ഇതിൻ്റെ സ്ഥിതി എന്തെടുത്തേനെ? ഈ വീട്ടുകാരെയും എല്ലാവരും അറസ്റ്റ് ചെയ്ത്, ഈ നാട്ടുകാരെ അറസ്റ്റ് ചെയ്ത്, ഇതുവരെ കണ്ടുവരുന്ന എല്ലാ രീതിയാണ്. നമുക്ക് പറയാനുള്ളത് വനം സംരക്ഷിക്കട്ടെ, നമുക്കതിനൊന്നൊരു വിഷയമൊന്നുമില്ല. വനത്തിൻ്റെ അതേ സംരക്ഷണവും വന്യമൃഗങ്ങളും ഒക്കെ സംരക്ഷിച്ചോട്ടെ. പക്ഷേ ഈ വന്യമൃഗ ജീവികൾ ഈ നാട്ടിലിറങ്ങി ജനങ്ങളുടെ ഭീതി മാറ്റാനോ അല്ലെ അവരെ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് മാറിയാൽ ഇത് വലിയൊരു പ്രതിഷേധത്തിലേക്ക് മാറും. അതിനി ഡിപ്പാർട്ട്മെൻറ്റോ ജാതി മത ചിന്തയോ രാഷ്ട്രീയമോ ഒന്നും നോക്കത്തില്ല. ആ കാര്യത്തിൽ യാതൊരു വലിയ അതിനിപ്പോൾ കോടതി ഇടപെട്ടാലും ശരി, ജനങ്ങളാണല്ലോ വലുത്. ഒരു ജന്മം ഒരു ജീവിതമാണ് നമുക്കുള്ളത്. ഇപ്പോൾ ഈ മനുഷ്യനേക്കാൾ വലിയ പ്രാതിനിധ്യമാണ് ഇവിടുത്തെ മൃഗങ്ങൾക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറയുന്നത് സംസ്ഥാന സർക്കാർ കേന്ദ്ര ഗവൺമെൻറ് നിവേദനം അയച്ചിട്ടുണ്ടെന്ന് പറയുന്ന ഈ വന്യജീവികളെ നമ്മുടെ നാട്ടിലിറങ്ങുന്നതിനെ കർഷകർ നശിപ്പിച്ച് കളയാം എന്നുള്ളത്. ആ നിയമം വരട്ടെ. ആ നിയമം വരുവാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പോഴാണല്ലോ ഈ ഫോറസ്റ്റുകാരുടെ ഇത്രയുള്ള അധികാരത്തിൽ നിന്ന് മാറിക്കൊടുക്കും. അവർ വനത്തിൽ വരുന്നതിനെ അവർ നോക്കിക്കൊള്ളട്ടെ. ഇതാണ് എനിക്ക് തീർച്ചയായിട്ടും പറയാനുള്ളത്. ഇത് തീർച്ചയായിട്ടും ഈ ലോകമെമ്പാടുമുള്ള നമ്മുടെ ജനങ്ങൾ കാണട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഈ കൂട്ടിൽ കിടന്ന വളർത്തുനായെ കൊന്നത് പുലി തന്നെയാണെന്ന് നാട്ടുകാർ ഉറപ്പിച്ചു പറയുന്നു. വനപാലകർ ഇക്കാര്യത്തിൽ ഏതായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.